ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു ആ ചാനൽ. ആർക്കാ സ്വീറ്റ് ഇഷ്ടമല്ലാത്തത്? ഇന്നൊരു സ്വീറ്റിന്റെ റെസിപ്പിയാണ് കേസർ പേട. അതിനായി ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യൊന്ന് ചൂടായി ഉരുകി വരുമ്പം അതിലേക്ക് 1.5 കപ്പ് പാലൊഴിക്കണം. നമ്മളിവിടെ മിൽമയുടെ പാക്കറ്റ് പാലാണ് വാങ്ങുന്നത്. ആ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്തതായി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടിൻ കണ്ടൻസ് മിൽക്കാണ്. ഇവിടെ കണ്ടൻസ് മിൽക്കിന് ഡിമാൻഡ് കൂടുതലാണ്. കുട്ടികൾ അത് വെറുതെ എടുത്ത് കഴിച്ചോളും. അതിനുശേഷം നമ്മുടെ മിക്സിയിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. എല്ലാ ചേരുവകളും നല്ലപോലെ മിക്സ് ആയ ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരോ അല്ലെങ്കിൽ വിനീഗറോ ചേർത്ത് കൊടുക്കാം. പാല് പിരിയാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് കുങ്കുമപ്പൂവോ അല്ലെങ്കിൽ 2 ഡ്രോപ്പ് മഞ്ഞ ഫുഡ് കളറോ ചേർക്കാം. അതുമല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും മതിയാവും. നമ്മൾ ചേർത്തത് ഫുഡ് കളറാണ്. നിങ്ങൾക്ക് ഏലക്കായുടെ മണം ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഏലക്കാ പൊടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ റോസ് എസൻസും ഒഴിച്ചു കൊടുക്കാം. ഏതാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ ചേർത്തോളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നും ചേർക്കുന്നില്ല. പാല് പിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. തിളയ്ക്കുമ്പോഴാണ് അത് പിരിയുന്നത്. പിരിയാൻ ആവശ്യമുള്ളത്ര വിനീഗറോ നാരങ്ങ നീരോ ഒഴിച്ചു കൊടുക്കണം. പാത്രം നോൺ സ്റ്റിക്ക് ആണെങ്കിലും കൈവിടാതെ ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് കട്ടിയായി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കേണ്ടതുണ്ട്. അത് നേരിട്ടങ്ങ് ഇട്ട് കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ കട്ടായിട്ട് വരും. അതുകൊണ്ട് ഒരു ബൗളെടുത്ത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കുറച്ച് പാലും ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. കട്ടകളൊന്നും ഉണ്ടാവരുത്. ഇനി നമുക്കിതിനെ നമ്മുടെ കേസർ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കൈവിടാതെ ഇളക്കണം, അല്ലെങ്കിൽ കട്ടകൾ ഫോം ചെയ്യും, കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പേടയ്ക്ക് ഭംഗി ഉണ്ടാവില്ല, ടേസ്റ്റും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കൈവിടാതെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. മിക്സ് പതുക്കെ കട്ടിയായി തുടങ്ങി, പാത്രത്തിൽ നിന്നെല്ലാം ചെറുതായി വിട്ടു വരുന്നുണ്ട്. കുറച്ച് സമയം കൂടി നമുക്ക് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതുണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. 15 മിനിറ്റ് കൊണ്ട് ഇത് കട്ടായി കിട്ടും. നമ്മൾ കോൺഫ്ലോർ ചേർത്തത് കൊണ്ട് തന്നെ ഒരുപാട് സമയം ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പിരിഞ്ഞ പാലാണല്ലോ, പെട്ടെന്ന് കട്ടയായി വരും. 2 മിനിറ്റ് കൂടി നമുക്ക് തുടരെ ഇളക്കാം. കടയിൽ പോയി വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതല്ലേ നല്ലത്. ഇതിലിപ്പോൾ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇട്ടിട്ടില്ല. നമ്മുടെ മിക്സ് പാകമായിട്ടുണ്ട്. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് ഒഴിക്കാം. പെട്ടെന്ന് ഒഴുകി വരുന്നില്ല. വലിയ പാത്രം ആയതുകൊണ്ട് ഒരാളുടെ സഹായം കൂടി വേണം. ഇനി ഈ മിക്സ് നല്ലപോലെ തണുക്കണം. അതിനായിട്ട് നമുക്കിതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. നിങ്ങളും ഇതുപോലെ കേസർ പേട ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഞാൻ കുറച്ച് പണിയെല്ലാം ചെയ്ത് വരുമ്പോഴേക്കും ഈ മിക്സ് നല്ലപോലെ തണുത്തിട്ടുണ്ട്, നല്ല കട്ടിയായിട്ടുണ്ട്. ഇതിനെ ഒന്ന് കുഴച്ചെടുക്കണം. കയ്യിലൊട്ടുന്നുണ്ടെങ്കിൽ കയ്യിൽ ചെറുതായി ഒന്ന് നെയ്യ് തടവിയ ശേഷം നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പേട ഉണ്ടാക്കാം. നമ്മുടെ പേടയ്ക്ക് ചെറിയൊരു ഡിസൈൻ കൊടുത്താലോ? ഈ ഗ്ലാസിന്റെ ബാക്കിലൊക്കെ ഉണ്ടാവില്ലേ ഡിസൈൻ, അത് നമുക്ക് പേടയ്ക്ക് കൊടുക്കാം. ഈ ഗ്ലാസിന്റെയും ബൗളിന്റെ എല്ലാം ബാക്കിൽ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. ഇതിന്റെ ഡിസൈൻ അത്ര വിസിബിൾ അല്ല. നമുക്ക് ഗ്ലാസ് വെച്ച് നോക്കാം. ചെറുതായി ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട്, ആ ഡിസൈൻ അതിലേക്ക് വരണമല്ലോ. ഇതിലെ ഡിസൈൻ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള മിക്സും നമുക്ക് ഇതുപോലെ പേട ഉണ്ടാക്കിയെടുക്കാം. 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം ഉണ്ടാക്കിയതിൽ ഡിസൈൻ അത്ര വിസിബിൾ അല്ല. അപ്പോൾ ഈ ഗ്ലാസ് ഉപയോഗിച്ച് തന്നെ എല്ലാ പേടയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യണേ. ഈ കേസർ പേട നിങ്ങൾ ഉണ്ടാക്കി ഇഷ്ടമായെങ്കിൽ അതിൻ്റെ അഭിപ്രായം കൂടി കമൻറ്റായി അറിയിക്കണം. കുട്ടികൾ തീർച്ചയായും വീണ്ടും ഉണ്ടാക്കി തരാനായിട്ട് പറയും. അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി വരാം. ബൈ.